സിംബാബ്വേയിൽ കടുത്ത വരൾച്ച ആനകളുടെ ജീവനെടുക്കുന്നു. ഇതുവരെ 110 ആനകളുടെ ശവപ്പറമ്പായി സിംബാബ്വേയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമായ വാങ് നാഷണൽ മാറിയെന്നാണ് റിപ്പോർട്ടുകൾ. ചരിഞ്ഞ ആനകൾ പലയിടത്തും അഴുകി തുടങ്ങിയെന്നും ഇത് മുതലെടുത്ത് ആനക്കൊമ്പ് മാഫിയ സജീവമായെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് കണക്കിലെടുത്ത് ചരിഞ്ഞ് അഴുകിത്തുടങ്ങിയ ആനകളുടെ കൊമ്പ് വന്യജീവി സങ്കേതം അധികൃതർ മുറിച്ചുമാറ്റുകയാണ്. 14,600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് വാങ് ദേശീയോദ്യാനം. 40,000 ആനകളാണ് ഇവിടെ ഉള്ളതെന്നാണ് കണക്ക്. കൊടും ചൂടിനു ശേഷം കഴിഞ്ഞ ദിവസം നേരിയ തോതിൽ മഴ തുടങ്ങിയിട്ടുള്ളത് ജീവൻ ശേഷിക്കുന്ന ആനകൾക്ക് ആശ്വാസമാകും. മഴ വൈകിയതിനാൽ ഇവിടെ 40 ഡിഗ്രിയിലേറെ താപനില ഉയർന്നതാണ് ആനകളുടെ ജീവന് ഭീഷണിയായത്. പ്രായമേറിയതും തീരെ പ്രായം കുറഞ്ഞതും വിവിധ രോഗങ്ങളുള്ള ആനകളുമാണ് ചൂട് താങ്ങാതെ ചരിഞ്ഞതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വന്യജീവി സങ്കേതത്തിൽ ആഴമേറിയ നിരവധി കുളങ്ങളും ജലസംഭരണികളുമുണ്ട്. ഇവ വറ്റി വരണ്ടിരിക്കുകയായിരുന്നു. ഇവയിൽ വീണും ചില ആനകൾക്ക് അന്ത്യം സംഭവിച്ചു. ഒരു ദിവസം ആനയ്ക്ക് കുടിക്കാൻ 200 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. വരൾച്ച രൂക്ഷമായതോടെ ഇതിന്റെ പകുതി പോലും കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആദ്യമായല്ല സിംബാബ്വേയിൽ ഈ സാഹചര്യം ഉണ്ടാകുന്നത്. 2019-ൽ 200-ലേറെ ആനകൾ ഇങ്ങനെ ചരിഞ്ഞിരുന്നു. ഇക്കുറി മഴ ചെറിയ തോതിൽ തുടങ്ങിയെങ്കിലും വരൾച്ചയ്ക്ക് പരിഹാരമാകാത്തതിനാൽ കൂടുതൽ ആനകളുടെ അന്ത്യമുണ്ടാകാമെന്ന ആശങ്കയുമുണ്ട്. വാങ് ദേശീയോദ്യാനത്തിൽ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പ് നൽകുന്ന സൂചന. മൃഗങ്ങളുടെ എണ്ണം 2.25 ലക്ഷത്തിലേറെ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. മറ്റു മൃഗങ്ങളും ചൂട് താങ്ങാതെ വ്യാപകമായി ചത്തൊടുങ്ങിയിട്ടുണ്ട്. ദേശീയോദ്യാനത്തിൽ പലയിടത്തും ഇവ ചത്തഴുകിക്കിടക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വാങ് ദേശീയോദ്യാനം ഇപ്പോൾ വരണ്ടുണങ്ങിയ അവസ്ഥയിലാണ്. മരങ്ങളെല്ലാം ഇല കൊഴിഞ്ഞു. ഏതാണ്ട് പലയിടങ്ങളും മരുഭൂമിക്ക് സമാനമായിരിക്കുകയാണ്. എൽ നിനോ പ്രതിഭാസമാണ് ഇതിനെല്ലാം കാരണമെന്നാണ് വിശദീകരണം. സിംബാബ്വേയിലെ വാങ് മാത്രമല്ല, തെക്കൻ ആഫ്രിക്കയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലെയും സ്ഥിതി ഇതാണ്. വെള്ളം തേടി ആനകൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന സാഹചര്യവും പലയിടങ്ങളിലുമുണ്ട്. സിംബാബ്വേയിൽ നിന്ന് വെള്ളം തേടിയിറങ്ങിയ ആനകൾ വനാതിർത്തികൾ കടന്ന് തൊട്ടയൽ രാജ്യമായ ബോട്സ്വാനയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്.